ഞാൻ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ്. വിവരാവകാശ നിയമം എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെപ്പറ്റി നിരവധി യൂട്യൂബ് വീഡിയോകൾ ലഭ്യമാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് ഏതെങ്കിലും ചില പ്രത്യേക വിഷയങ്ങളിൽ വിവരാവകാശ നിയമം ഉപയോഗിച്ചാൽ നമുക്ക് അതുകൊണ്ട് കിട്ടാവുന്ന ഗുണങ്ങളും ഒരു സാമൂഹിക സംതൃപ്തിയും, അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ പൊതുപ്രവർത്തകർക്ക് എങ്ങനെ കൂടുതലായി ഇടപെടണം എന്ന ഒരു ചിന്ത ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നമ്മളിൽ വളരെയധികം ആളുകൾക്ക് എങ്ങനെ വിവരാവകാശ നിയമം ഉപയോഗിക്കണം എന്നറിയാം, അതിൽ തർക്കമൊന്നുമില്ല. അതറിയാത്ത ചില ആളുകൾക്കും കൂടുതലായി ഉപയോഗിക്കണമെന്ന് താല്പര്യമുള്ളവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീടിനടുത്തുള്ളൊരു റോഡ് വർഷങ്ങളായി നന്നാക്കാതെ കിടക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങൾക്ക് ശല്യമായി തീരുന്ന രീതിയിൽ ഒരു സ്ഥാപനം വരികയാണ്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തൊരു കെട്ടിടം, അതിൻ്റെ നിർമ്മാണം നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നിങ്ങൾ പ്രത്യക്ഷമായി തന്നെ കാണുകയാണ് ആ നിർമ്മാണം റോഡിനോട് വളരെ ചേർന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടിനോട് വളരെ ചേർന്നോ ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവരോടൊക്കെ നേരിട്ട് ചെന്ന് തർക്കിക്കാനോ, അല്ലെങ്കിൽ റോഡ് യഥാസമയം നന്നാക്കാത്ത അധികാരികളോട് നേരിട്ട് ചെന്ന് ചോദിക്കാനോ നിയമപരമായി നമുക്ക് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിക്കുക. വളരെ എളുപ്പത്തിൽ 10 രൂപയുടെ ചിലവിൽ നമുക്ക് ഏത് അധികാരിയുടെ മേശയ്ക്കകത്തിരിക്കുന്ന വിവരങ്ങളും ലഭ്യമാക്കാനുള്ള ഒരു അവസരമാണ് വിവരാവകാശ നിയമം. ഇത് ദക്ഷിണാഫ്രിക്കയിൽ ആണ് ഏറ്റവും കൂടുതലായി ഈ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയിലും ബ്രിട്ടനിലും അതുപോലെ ഇന്ത്യയിലും ഏകദേശം 90ഓളം രാജ്യങ്ങളിൽ വിവരാവകാശം ലഭ്യമാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളുണ്ട്. പക്ഷേ നമുക്ക് 2005 മുതൽ വളരെ കൃത്യമായി ഇത്തരം വിവരങ്ങൾ അറിയാനുള്ളൊരു സാഹചര്യം മുന്നിലുള്ളപ്പോൾ അത് പാഴാക്കരുത്, അത് ഉപയോഗിക്കാതിരിക്കരുത് എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഞാൻ പറയാം. നിങ്ങളുടെ വീടിനടുത്തുള്ള റോഡ് എന്തുകൊണ്ട് നന്നാക്കുന്നില്ല എന്നാണ് അറിയേണ്ടതെങ്കിൽ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒരു വെള്ള പേപ്പറിൽ ഒട്ടിക്കുക. ഫ്രം എന്ന് നിങ്ങളുടെ പേരെഴുതുക, കൃത്യമായ മേൽവിലാസം. ടു, അത് പഞ്ചായത്താണെങ്കിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിലോ തദ്ദേശ വകുപ്പിൻ്റെ റോഡാണെങ്കിലോ PWD റോഡാണെങ്കിലോ, ഉദാഹരണം പഞ്ചായത്താണെന്ന് വിചാരിക്കുക, പഞ്ചായത്ത് സെക്രട്ടറിയാണ് അവിടുത്തെ വിവരാവകാശ ഉദ്യോഗസ്ഥൻ. ടു, അല്ലെങ്കിൽ അത് ബന്ധപ്പെടുത്തിയ മറ്റൊരാൾ. ടു ദ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അല്ലെങ്കിൽ വിവരാവകാശ ഉദ്യോഗസ്ഥൻ ബന്ധപ്പെട്ട പഞ്ചായത്തിൻ്റെ അഡ്രസ്സ് കുറിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ചോദ്യം മനസ്സിൽ കണ്ട് ഉത്തരമുണ്ടാക്കണം. ഉത്തരം മനസ്സിൽ കണ്ട് ചോദ്യം ഉണ്ടാക്കണം. നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആവശ്യപ്പെടുന്നത്, ആ ഉത്തരം മനസ്സിൽ കണ്ട് വളരെ വ്യക്തമായി ബുദ്ധി ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ ഉദ്യോഗസ്ഥർക്ക് ഒഴുക്കൻ മറുപടി തന്ന് നിങ്ങൾ ഒഴിവാക്കാനാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, റോഡ് പണി എന്തുകൊണ്ട് പെട്ടെന്ന് പൂർത്തിയാകുന്നില്ല, സമയബന്ധിതമായി പൂർത്തിയാകുന്നില്ല എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെങ്കിൽ ഈ റോഡിൻ്റെ ഫണ്ട് വകയിരുത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ റോഡിന് വേണ്ടി മുമ്പ് ഫണ്ട് വകയിരുത്തിയ കാര്യങ്ങൾ, ഏത് അധികാരിയാണ്, മെമ്പറാണോ, അല്ലെങ്കിൽ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ, ഇനി ഫണ്ട് വകയിരുത്തിയ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ, ഏത് അധികാരിയാണ് ഈ റോഡ് നന്നാക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കുന്നതിനുള്ള കാരണം, എന്താണ് അതിനുള്ളൊരു പോംവഴി, അങ്ങനെ നിങ്ങൾ എന്ത് ഉത്തരമാണോ ഉദ്ദേശിക്കുന്നത് അതിന് അനുബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഈ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് നിങ്ങൾ ഒന്നുകിൽ പഞ്ചായത്തിൽ നേരിട്ട് കൊടുത്ത് റെസിപ്റ്റ് വാങ്ങാം, അതല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാലായിട്ട് അയയ്ക്കുക. 30 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മറുപടി നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തും.